സന്തോഷ് പണ്ഡിറ്റാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് ദേശീയ അവാർഡ് ജേതാവ് സലിം കുമാർ. തമിഴിലെയും ഹിന്ദിയിലെയും ഉൾപ്പെടെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ഉള്ളപ്പോഴാണ് കൃഷ്ണനും രാധയും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്നത്. ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. നല്ല സിനിമകൾ കാണാൻ കേരളത്തിൽ ആളില്ല. അതേസമയം സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണാൻ തള്ളിക്കയറ്റമാണ്. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ മൂന്നാം നാൾ തിയേറ്ററുകളിൽ മൂക്കും കുത്തി വീഴുമ്പോൾ ഒരു ചിത്രം വിജയിപ്പിച്ചെടുത്ത സന്തോഷ് പണ്ഡിറ്റിന്റെ ആരാധകനാണ് താനെന്നും സലീം കുമാർ പറഞ്ഞു. ആരാധിക്കാൻ കാരണം ഇവിടെ സൂപ്പർ സ്റ്റാറിന്റെ പടം മൂന്നാം ദിവസം മൂക്കും കുത്തി വീഴുന്ന സമയത്താണ് ഇയാൾ ഇപ്പൊ ഹൗസ്ഫുള്ളിൽ ആദ്യം 4 തിയേറ്റർ ഇയാള് ലീസിനെടുത്ത 21 തിയേറ്ററിൽ എറണാകുളത്തെ പ്രശസ്തമായൊരു തിയേറ്റർ എന്നോട് വിളിച്ച് പറഞ്ഞു, ഒന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ചു തരുന്നു. അയാളോട് റെഡിയാണ് ഇവിടെ അയാൾ കളിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് നമ്മൾ അയാളെ കുറ്റം പറയുന്നു, അയാളെ വള്ളു പറയുന്നു. ഇയാളുടെ പടം മോശം, അങ്ങനെ എല്ലാ പടവും ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം മോശം തന്നെയാണ്. അപ്പൊ ഇപ്പൊ അയാളാണ് സൂപ്പർ സ്റ്റാർ. എന്തായാലും മലയാളത്തിലെ തിരക്കു കാരണം തൽക്കാലം അന്യഭാഷയിൽ അഭിനയിക്കില്ല. ദേശീയ അവാർഡിന് ശേഷം തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ നിന്ന് ഒട്ടേറെ ക്ഷണം ലഭിച്ചു. മണിരത്നം, വസന്ത് തുടങ്ങിയ സംവിധായകർ വരെ വിളിച്ചു. അവർ ചോദിക്കുന്ന സമയങ്ങളിൽ മലയാളത്തിൽ മറ്റു ചിത്രങ്ങൾ ഏറ്റുപോയതിനാൽ നിരസിക്കേണ്ടി വന്നുവെന്നും പറഞ്ഞു. ഓസ്കറിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദാമിന്റെ മകൻ അബുവിന്റെ പ്രചാരണത്തിന് 56 ലക്ഷം രൂപ സ്വരൂപിച്ചതായി സംവിധായകൻ സലീം അഹമ്മദ്